പാലക്കാട് ഭർത്താവിന്റെ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. മുടപ്പല്ലൂർ മാത്തൂർ സ്വദേശിനി സജനയാണ് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട സജനയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മകളെ ഞങ്ങൾ ഇത്രയും ലെവലിലേക്ക് എത്തിച്ചത്. കോളേജിലേക്ക് ലെക്ചറായിട്ടൊക്കെ അവൾ പഠിപ്പിക്കാൻ പോയി കുട്ടിയാണ്. ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് എൻ്റെ മകളെ ക്വാലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഠിപ്പിച്ചിട്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി ഇതാര് ചെയ്തെന്ന് അറിയാം. 2012 കൊടുവയർ സ്വദേശിയുമായി സജിനയുടെ വിവാഹം കഴിഞ്ഞത്. 11 വർഷത്തിനിടെ പലതവണ ഭർത്തൃവീട്ടിൽ നിന്നും സജിനയ്ക്ക് ദുരനുഭവം നേരിട്ടിരുന്നുവെന്ന് കുടുംബം പറയുന്നു. ഏറ്റവും ഒടുവിൽ പീഡനം സഹിക്കവയ്യാതെ ജനുവരി 2 സജിന സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഭർത്തൃവീട്ടിലേക്ക് തന്നെ തിരികെ പോയി. പിന്നീട് ഈ കുടുംബം അറിയുന്നത് സജിന ആത്മഹത്യ ചെയ്ത വിവരമാണ്. തല്ലി ഒരിക്കൽ ചവിട്ടി അങ്ങനെയൊക്കെ തല്ലിയിട്ട് ചെകിടത്തൊക്കെ അടിച്ചിട്ടൊക്കെ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ട് വന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ അയക്കാനില്ല പറഞ്ഞിരുന്നാണ്, പറഞ്ഞയക്കുന്നില്ല പറഞ്ഞിട്ട്. പിന്നെ അവൻ വീണ്ടും വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് വീണ്ടും എൻ്റെ മകളിനെ ഞങ്ങൾ അയച്ചത്. വീണ്ടും എൻ്റെ മകളിനെ ഉദ്ധരിക്കുക പറഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നീ പോണ്ട എന്ന് ഞങ്ങൾ അത്രയും അവളുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞാണ്. സജിന ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നു. സംഭവത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാണ് ഇവരുടെ ആവശ്യം. എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അവളെ പഠിപ്പിച്ച് M.Com കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ് എല്ലാം പഠിപ്പിച്ചിട്ട് അവൾക്ക് ഇതൊരു ജോലി, അവൾ കോളേജ് ലെക്ചറായി പോയിക്കൊണ്ടിരുന്ന കുട്ടിയാണ്. അവൾ ഒരിക്കലും ഈ തൂങ്ങിച്ചാവെന്ന് പറയേണ്ട സാഹചര്യം അവിടെ വരണില്ല. അവൾക്ക് അത് ചെയ്യില്ല. അവരുടെ മാനസികമായ നിരന്തരം പീഡനമാണ്. ഗാർഹിക പീഡനത്തെ തുടർന്നായിരിക്കാം സജിനയുടെ മരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. നേരത്തെ മർദ്ദനത്തെ തുടർന്ന് തലപൊട്ടി സജിന ചികിത്സയിൽ കഴിഞ്ഞിരുന്നുവെന്നും ഇവർ പറയുന്നു. മരണത്തിനു പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ചിറ്റൂർ ഡിവൈഎസ്പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ക്യാമറാമാൻ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.